ലിസി സ്റ്റീഫനാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷററും അതോടൊപ്പം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ അസോസിയേഷനിൽ നടക്കുന്ന ഞങ്ങൾക്കുള്ളിൽ നടന്ന വിഷയങ്ങൾ ഇങ്ങനെ പുറത്തു വരികയും അത് പുറത്ത് ഒരുപാട് പേർക്ക് ഒരു ഡിസ്കഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമായി മാറുകയും ചെയ്തു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഞാനിന്ന് അത് ഒരു പരിധി വിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്കുള്ളിലുള്ളവരുടെ ഇടയിൽ ആയിട്ട് ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ഒരു പ്രസ് മീറ്റ് ഇവിടെ വിളിച്ചു കൂട്ടിയത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, സിനിമ എന്ന് പറയുന്നത് സിനിമ, സ്പോർട്സ്, രാഷ്ട്രീയം ഇതൊക്കെ മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ ഒരു വിനോദമാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പം ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് സിനിമ ഏറ്റെടുക്കുമ്പോൾ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. കാരണം 2024 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷമായിരുന്നു. അതായത് ഒരു ജനുവരി വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജനുവരിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഡിസംബർ വരേക്കും ഏറ്റവും നല്ല ഹിറ്റുകൾ ഉണ്ടായ ഒരു വർഷമാണ് 2024. അപ്പം അങ്ങനെ ഒരു വർഷത്തിൽ നിന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു വ്യവസായം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ, ഇതിന് വേണ്ടപ്പെട്ട പ്രധാനമായ കാര്യങ്ങൾ ഞങ്ങളെ അത്രമാത്രം വേണ്ട രീതിയിൽ കാണുന്നില്ലേ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ട്. മറ്റു ഭാഷകളെ കുറച്ചുകൂടെ കൂടുതലായിട്ട് അന്യഭാഷാ ചിത്രങ്ങൾ അവരെടുക്കാനായിട്ട് തയ്യാറാകുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ നിർമ്മാതാക്കളുടെ ഒരു സംഘടനയിൽ നിന്ന് ഭയങ്കരമായ ഡിസ്കഷൻ വരികയും ഞങ്ങളുടെ ഒരു ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് കൂടിയപ്പോൾ ഇതിൻ്റെ റിട്ടേൺസ് കൂടെ ഞങ്ങൾക്ക് കിട്ടണമല്ലോ. അപ്പോൾ റിട്ടേൺ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മെയിൻ പ്ലാറ്റ്ഫോമുകളായ അവരൊന്നും ഇപ്പോൾ മലയാള സിനിമ ബിഫോർ റിലീസ് എടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു വലിയ ഒരു ഇഷ്യൂ ആണ്. അപ്പം ഇതിൻ്റെ ഒരു ചർച്ച ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഗൗരവമായിട്ട് ഓരോ മാസവും ഇങ്ങനെ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇങ്ങനെ കൂടിയപ്പോൾ നമുക്ക് സംയുക്ത മീറ്റിംഗ് വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ചു ചേർത്ത ഒരു സംയുക്ത മീറ്റിംഗ്, അതിൻ്റെ അകത്ത് ഫിയോക്ക് ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഉണ്ടായിരുന്നു, ചേംബറിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആർട്ടിസ്റ്റിനെ നമ്മൾ ഇപ്പം വിളിച്ചു തരണം. അപ്പോൾ അവർക്കത് വരാനായിട്ട് ഈവൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ മെമ്പറായിട്ടുള്ള ആൻചറിനെ എല്ലാം ഞങ്ങൾ വിളിച്ചിരുന്നതാണ്. അപ്പോൾ പറ്റുന്നവർ മാത്രം അന്ന് അവൈലബിലിറ്റി, ഇപ്പം നമ്മളൊരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ആ ദിവസം ഫ്രീ ആണെങ്കിൽ എല്ലാവർക്കും വരാനായിട്ട് പറ്റുള്ളൂ. അപ്പം അന്ന് ആൻചറിന് അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പല സംഘടനകൾ കൂടി ആ മീറ്റിങ്ങിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഡിസ്കഷൻ ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 1-2 കാര്യങ്ങൾ മാത്രം പറയുവാണ് എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നത് എന്നുള്ളത്. മെയിനായിട്ട് ഞങ്ങൾ തിയേറ്ററുകാരനെ കൂടെ ഇതിനകത്ത് വിളിച്ചതെന്ന് ചോദിച്ചാൽ, തിയേറ്ററിൽ നമ്മൾ പടം എത്തിക്കുകയാണ്, കാരണം അവർക്കിത് അറിയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ ഒരു വിഷമം തിയേറ്ററുകാരോട് പറഞ്ഞു. കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ ഒരു മിനിമം ഗ്യാരണ്ടി കൊടുക്കും, തിയേറ്ററിൽ ഒരു മിനിമം അഡ്വാൻസ് നമുക്ക് പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു വ്യവസ്ഥ, ഒരു മിനിമം ഗ്യാരണ്ടി, അതായത് നമ്മളൊരു പടം ഒരു തിയേറ്ററിൽ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു എക്സാമ്പിൾ, ഒരു എറണാകുളത്ത് പത്മ എന്ന് പറയുന്ന തിയേറ്ററിൽ അല്ലെങ്കിൽ കവിത എന്ന് പറയുന്ന തിയേറ്ററിൽ നമ്മളൊരു പടം ഒരു 50 ലക്ഷം രൂപ വരെ പ്രൊഡ്യൂസർക്ക് ഷെയർ വരുന്ന പടങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് മിനിമം ഗ്യാരണ്ടിക്ക് നിങ്ങൾക്ക് തരാം. നിങ്ങൾ 10 ലക്ഷം രൂപ വരുന്ന ആ ഒരു 10 ലക്ഷം രൂപ ഗ്യാരണ്ടി പ്രൊഡ്യൂസർക്ക് മിനിമം ഗ്യാരണ്ടി കിട്ടുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ആ ഒരു സംയുക്ത മീറ്റിങ്ങിൽ. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ റെമ്യൂണറേഷൻ, ടെക്നീഷ്യന്മാരുടെ റെമ്യൂണറേഷൻ, ഇതെല്ലാം നമുക്ക് കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതെല്ലാം ഞങ്ങൾ ഇതൊക്കെ അറിയിച്ചുകൊണ്ടിട്ട് ഞങ്ങളൊരു ലെറ്റർ പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയ്ക്ക് അയച്ചിരുന്നു. ആ ലെറ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾ 30% ആർട്ടിസ്റ്റുകൾ, അതായത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഷൂട്ടിംഗ് ടൈമിൽ അതിൻ്റെ ഒരു 30%, ഡബിങ് സമയത്ത് ഞങ്ങളൊരു 30%, ബാക്കി 40% എന്ന് പറയുന്നത് ബിഫോർ റിലീസ്. അപ്പം നിങ്ങൾക്കറിയാം, ഡബിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഹോൾഡ് ഇല്ല, പ്രൊഡ്യൂസർ തരാതിരിക്കാം. അപ്പം അതിനുള്ള ഒരു ഉത്തരവാദിത്വം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏറ്റെടുത്തുകൊണ്ടിട്ട് ആ ബാക്കി വരുന്ന 40% എന്ന് പറയുന്നത്
ആർട്ടിസ്റ്റിന് കിട്ടിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു NOCയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് സെൻസർ ബോർഡിൽ സെൻസർ ചെയ്യാനായിട്ടുള്ള NOC നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഉത്തരവാദിത്തം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏറ്റെടുത്തോളാം എന്ന് പറയുകയും ചെയ്തിട്ട് ഉള്ള ഒരു ലെറ്റർ ഞങ്ങൾ അമ്മ അസോസിയേഷൻ അയച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ മറുപടി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ ഭൂരിഭാഗം ആൾക്കാരും ഈ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് ഇത് ഞങ്ങൾക്ക് ഒരു കമ്മിറ്റിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം പറയാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഞങ്ങളുടെ ഒരു ജനറൽ ബോഡി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി നിങ്ങൾക്ക് തരാമെന്നുള്ള ഒരു ലെറ്ററാണ് ഞങ്ങൾക്ക് PN വന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ അവരുടെ ജനറൽ ബോഡി കൂടുന്നത് വരെ ഞങ്ങൾക്ക് ഇത് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അമ്മ എന്ന് പറയുന്ന സംഘടനയായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷന് വളരെയധികം നല്ല ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത്. കാരണം എടുത്തു പറയേണ്ടത് ഈ ഇടെ അസോസിയേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയായിട്ട് ചേർന്നിട്ടുള്ള ഒരു അമ്മ ഷോ ഞങ്ങൾ മനോരമ ചാനലിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു കടബാധ്യത പോലും തീർന്നത്. അപ്പം അത്രയും നല്ലൊരു റാപ്പോ ഞങ്ങൾക്ക് ഉള്ളിലുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു എതിരഭിപ്രായമോ ഇപ്പൊ ഇതിനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെ ഇത് വേറെ. കാരണം അത് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ അമ്മ അസോസിയേഷൻ ഉള്ളൂ. അപ്പം ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വക നിസ്സാര കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നടന്നൊരു സാഹചര്യത്തിൽ അതിൻ്റെ അകത്ത് തന്നെ വന്ന അടുത്തൊരു ഡിസ്കഷനാണ് ഈ ടാക്സിന്റെ പ്രോബ്ലം, ഡബിൾ ടാക്സ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഏത് സാധനം വാങ്ങുമ്പോഴും ഒരു സംഭവം ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുവാണെങ്കിൽ അതിനൊരു ടാക്സ് ഉണ്ട്. അപ്പോൾ ആ ടാക്സ് കൂടെ GST കൂടെ അടച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ച്, സിനിമേനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഡബിൾ ടാക്സേഷൻ വരുവാണ്. ഗവൺമെന്റിന്റെ ഇടയിലുള്ള സർക്കാരിന്റെ ഇടയിലുള്ള അധിക നികുതി ചാർജും കൂടെ ഇതിനകത്ത് വരുന്നതുകൊണ്ടിട്ട് അത് പ്രേക്ഷകരിലേക്കാണ് അത് എത്തുന്നത്. അപ്പൊ പ്രേക്ഷകർ എന്താകുന്നത് അവിടെ ചൂസി ആവുകയാണ്. അപ്പം ഒരു ഹിറ്റ് ആവുന്ന പടത്തെ മാത്രം കണ്ടുകൊണ്ടിട്ട് തിയേറ്ററിൽ വരാം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിനിമേനെ മുന്നിൽ കണ്ടുകൊണ്ടിട്ട് നിൽക്കുന്ന തിയേറ്ററുകളെല്ലാം പൂട്ടി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ഞാൻ ഒരു നിർമ്മാതാവായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയത്. ഡിസ്ട്രിബ്യൂട്ടർ ആയതിനു ശേഷമാണ് ഞാനൊരു തിയേറ്റർ നടത്തുന്ന ഒരാളായി മാറിയത്. അപ്പം എനിക്ക് കേരളത്തിൽ 38-40ഓളം തിയേറ്ററുകൾ ഞാൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഓണർഷിപ്പിലല്ല, ഞാൻ ലീസിനെടുത്ത് നടത്തുന്നതാണ്. ഞാൻ ഈ നടത്തുന്ന തിയേറ്ററുകളെല്ലാം ഇതിന്റെ ഓണറുടെ കയ്യിൽ നിന്ന് ഞാൻ ലീസിന് വാങ്ങിയേക്കുന്ന തിയേറ്ററുകളാണ്. അപ്പം അവരത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത് അവർക്കത് നടത്താനായിട്ട് പറ്റുന്നില്ല, ലാഭകരമല്ലാത്തത് കൊണ്ടിട്ടാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാനതൊരു 100% സിനിമയോടുള്ള ഒരു പാഷന്റെയും കൂടെ പുറത്താണ് ഞാൻ സിനിമ തിയേറ്ററിലൂടെ റൺ ചെയ്യുന്നത്. അപ്പം എനിക്ക് സിനിമ തിയേറ്ററുകാരുടെ അവസ്ഥ വളരെയധികം നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ 17-18 സ്ക്രീനുകളോളം കേരള സർക്കാരിൻ്റെയാണ്. കൈരളി ശ്രീ തിയേറ്ററുകൾ സർക്കാരിന്റെ തിയേറ്ററുകളാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഒരു തിയേറ്റർ നടത്തുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ തിയേറ്റർ നടത്തുന്ന ഒരു സ്ഥലത്ത് സർക്കാരിന്റെ ഒരു തിയേറ്ററും നടത്തുമ്പോൾ, അവിടെ 2 തിയേറ്റർ നടത്തുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധിയാണ് വിളിക്കുന്നത് പടം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലായിട്ട് ബിസിനസ് ചെയ്യുന്ന എനിക്കോ അല്ല എന്നെ പോലെയുള്ള ആൾക്കോ പടം തരുവോ അത് സർക്കാർ തിയേറ്ററിൽ ആദ്യം പ്രിഫറൻസ് കൊടുക്കുമോ? അപ്പം സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമുക്കൊരു ഭീഷണിയാണ്. കാരണം സർക്കാരും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും സർക്കാരും ചെയ്യുന്നുണ്ട്. അപ്പൊ സർക്കാരിനല്ലേ മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിനിമയുടെ ഒരു നിർമ്മാണം, ഒരു അസോസിയേഷനിൽ ഞങ്ങൾ ഒരു മാസത്തിൽ ഒരു മീറ്റിംഗ് വെച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ പുതിയതായിട്ട് വരുന്ന സിനിമകൾ എന്ന് പറയുന്നത് 10-30 സിനിമകളാണ്, പുതിയ സിനിമകൾ പ്രപ്പോസലായിട്ട് വരുന്നത്. അപ്പോൾ അത് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്, മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ആ സ്ഥിതിയിൽ ഇപ്പോൾ 5 സിനിമകൾ 4 സിനിമകൾ മാത്രമാണ് ഓരോ മാസവും ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്. അതിൽ പോലും നമുക്കറിയാം, നമ്മളൊരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ, ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അട്രാക്ഷൻ ഉള്ള സിനിമകൾ എന്ന് പറയുന്നത് വിരലിൽ എണ്ണാൻ പോലും ഉള്ളതില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പോലും പറ്റുന്ന സിനിമകളില്ല. അപ്പൊ അത്രയും ഒരു തരത്തിലേക്ക് സിനിമയുടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ, പുതിയ സിനിമകൾ ആരംഭിക്കുന്ന ആയിക്കോട്ടെ, എല്ലാം താന്നു പോകുന്ന സ്ഥിതിക്ക് നമ്മൾ അനവധി കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം
മുൻനിർത്തിക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ സംയുക്ത മീറ്റിംഗ് നടത്തിയത്. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, ഫിയോക് ഉണ്ടായിരുന്നു, ഫെഫ്ക ഉണ്ടായിരുന്നു, ബാക്കി മറ്റ് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം കൂടെ ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രസ് മീറ്റ് ഉള്ള വിവരം ആക്ച്വലി എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊക്കെ അതിൽ നിന്ന് പോയി. എനിക്ക് വേറെ കാര്യങ്ങളുള്ളതുകൊണ്ടിട്ടും വേറെ പടങ്ങൾ ഷൂട്ട് നടക്കുന്നതുകൊണ്ടിട്ടും അതിൽ പങ്കെടുത്തിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അസോസിയേഷന്റെ ഭാഗമായിട്ട് ആൻഡോ ജോസഫ്, ഞങ്ങളുടെ പ്രസിഡന്റ്, വേറെ ഒരു പടത്തിന്റെ, ഒരു വലിയ പടത്തിന്റെ കാര്യമായിട്ട് അതിന്റെ തിരക്കിലായതുകൊണ്ടിട്ട് അതിന്റെ ചുമതലയുള്ളത് വൈസ് പ്രസിഡന്റുമാരാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് സിനിമ നിർമ്മാതാവ് ജി സുരേഷ് കുമാറും സിയാദ് വോക്കറുമാണ് വൈസ് പ്രസിഡന്റുമാര്. അപ്പം അവരെല്ലാവരും ആ പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്നു. അന്ന് അവര് പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില എന്താ പറയുക അസ്വാരസ്യങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഈവൻ ഉണ്ടായത്. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മെമ്പർ, ഇപ്പം എന്നെക്കാളും എൻ്റെ അസോസിയേഷനിൽ എന്നെക്കാളും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയും. അപ്പൊ അവര് തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞുപോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം അറിയില്ല. അപ്പൊ ഒരാളുടെ പടത്തിന്റെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ സംബന്ധിക്കുന്ന കാര്യം അസോസിയേഷനിൽ പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളതാണ് മെയിനായിട്ട് ആന്റണി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ആ ഒരു പടം നിർമ്മിക്കുന്ന നിർമ്മാതാവിന് അവരുടേതായ ടെൻഷൻസ് ഉണ്ട്. അത് ബിസിനസ് ചെയ്ത് തീർക്കുന്നവരെ. കാരണം ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ 2-3 പടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് തിയേറ്ററുകാരുടെ മുന്നിൽ ഈ സിനിമ എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ ബിസിനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ബിസിനസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും റിവീൽ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പിന്നെ അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾക്കറിയാം, ഒരു ഇൻകം ടാക്സ് ഇപ്പൊ റെയ്ഡ് വന്നു കഴിഞ്ഞാൽ പോലും പല സ്ഥലത്ത് റെയ്ഡ് പോകുന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൊടുത്തിട്ട് സിനിമാ ന്യൂസുകൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്, അല്ല വാർത്തകൾ കൂടുതൽ വരാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ സിനിമയുടെ കാര്യം ആയതുകൊണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഞങ്ങളുടെ സംഘടനകളിലും അത് പലതരം ടോക്കുകൾക്ക് വഴി തെളിച്ചു. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മീറ്റിംഗ്, ഒരിക്കൽ കൂടി പറയുന്നത്, ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചത് അതുകൊണ്ടിട്ടാണ്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടനോട് സംസാരിച്ചതാണ്. ഈ നാളെ ഒരു സിനിമ സമരം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാള് അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അതിൻ്റെ അകത്തെ ഒരു നല്ല മെമ്പർ എന്നുള്ള രീതിയിൽ ആ അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്നുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സുരേഷ് ഏട്ടനും ഒരു പർപ്പസ്ഫുള്ളി ഒരു പറഞ്ഞ ഒരാളെ ഒരു ഇന്ന ഒരു ആർട്ടിസ്റ്റിനെ നോവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ന ഒരു ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തോ ഒന്നും പറഞ്ഞതല്ല. നിങ്ങൾക്കറിയാം, ഒരു അസോസിയേഷനെ സംബന്ധിച്ച് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ആൾക്കാരും നമുക്ക് ആവശ്യമാണ്. സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ് കുറച്ചുകൂടെ ആധികാരികമായിട്ട് അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് പറയാനായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഇന്നലെ ഒക്കെ ഞാൻ സുരേഷ് ഏട്ടനായിട്ട് സംസാരിച്ചാണ്. സുരേഷ് ഏട്ടൻ ഒരു ഇൻഡസ്ട്രീനെ മോശമാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ആരെയെങ്കിലും വേദനിപ്പിക്കാനായിട്ടോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു അസോസിയേഷന്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു നിലയിൽ ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ഈവൻ കാര്യങ്ങൾ. അതിനുശേഷം അതിന് മറുപടി എന്നോണമാണ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് ആദ്യം പോസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂർ പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഞാനും സുരേഷ് ഏട്ടനൊപ്പം തന്നെയാണ്. ഈ സുരേഷ് ഏട്ടനൊപ്പം തന്നെ എന്ന് പറയുമ്പം ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറിനൊപ്പം തന്നെയാണ്. പക്ഷെ അങ്ങ് സുരേഷ് കുമാർ ഇപ്പൊ അല്ല അല്ല അത് കറക്റ്റാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ഒരു പക്ഷെ ഞാനും അതിൻ്റെ അകത്ത് സംഘടനയിലുള്ള ഒരാളല്ലേ. അപ്പൊ ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രഷറർ എന്നുള്ള രീതിയിൽ ഒരു അംഗത്തിന്റെ ഒരു കാര്യം ഞാൻ പോയി ഒരു പ്രസ് മീറ്റിൽ ഇവൻ പറയുമ്പോൾ അതൊരു വ്യക്തിപരമായിട്ട് ഇപ്പൊ ഇവൻ പറയുമ്പോൾ അത് ചിലപ്പോ
ഇഷ്ടപ്പെടാതെ ഈ പീവിന് ഇരിക്കാം. അത്ര മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അതിൻ്റെ അകത്തൊരു ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയമായിരുന്നു ഇതെന്നുള്ളത്. അങ്ങനെ ഒരു അംഗത്തിന്റെ സിനിമയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വാർത്താസമ്മേളനം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ല, അങ്ങനെയല്ല. ആ അംഗത്തിന് വേണ്ടിയിട്ട് ആ അംഗത്തിന്റെ പ്രശ്നം മാത്രം പറയുന്ന ഒരു പത്രസമ്മേളനം അല്ലായിരുന്നു അത്. ആക്ച്വലി ഒരു സംയുക്ത മീറ്റിംഗിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്, ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളി അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറൊരു ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ആന്റണി പെരുമ്പാവൂർ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി പെരുമ്പാവൂരിന് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞായറാഴ്ച എന്ന ദിവസം ലിസ്റ്റിന് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു. ആന്റണി പെരുമ്പാവൂർ വിളിച്ചിരുന്നു, ഇല്ലേ? അസോസിയേഷൻ ഉള്ളവരെ വിളിച്ചിരുന്നു. അന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടത് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്, അത് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ചോദ്യം ഉന്നയിച്ചു. അന്ന് അസോസിയേഷനിലുള്ള മറുപടി ആന്റണി പെരുമ്പാവൂർ നൽകിയത് അതൊരു തിരുത്ത് നൽകാം എന്ന് ആന്റണി പെരുമ്പാവൂർ നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിസ്റ്റിനില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പോലും എഴുതി ചേർക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ് അക്കമിട്ട് ചോദിച്ച ഒരു കാര്യമാണ്, എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാർ എന്താണ് അധികാരം? അത് സുരേഷ് കുമാറിന് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയാണോ? അത് അല്ല എന്നും അതേ എന്നും ആ വാർത്താക്കുറിപ്പിൽ ഇറക്കിയിട്ടില്ല. അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്തത് ഷെയർ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. വളരെ കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുന്ന മാസത്തിൽ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇത് അറിയണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത്, ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മറ്റുള്ളവരോട് അറിയണം. അല്ലാണ്ട് പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല നമ്മളിത് പുറത്തേക്ക്, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ. അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസന്റ്ലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ്. അപ്പോൾ പല നിർമ്മാതാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ ഇത് പബ്ലിഷ് ചെയ്തത്. അല്ലാണ്ട് സുരേഷ് ഏട്ടന്റെ ഒരു പേഴ്സണൽ ഇന്റൻഷൻ അല്ല ഓക്കെ ഇതെല്ലാം കൂടെ പബ്ലിഷ് ചെയ്തേക്കാം. ജനുവരിയിൽ ഒരു പടം അല്ലല്ലോ പബ്ലിഷ് ചെയ്തത്, ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളാണ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഒരു സിനിമകളും വിറ്റിട്ടില്ല. അതിൻ്റെ അകത്ത് 1 ലക്ഷം രൂപ പോലും വരാത്ത, കളക്ട് ആവാത്ത സിനിമകളെല്ലാം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ആന്റണി പെരുമ്പാവൂരിന്റെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് 141 കോടി രൂപ മുതൽ മുടക്കുണ്ട്. അത് ആന്റണി പെരുമ്പാവൂര് സുരേഷ് കുമാറിനോട് പറഞ്ഞു. സുരേഷ് കുമാർ ഒരു ഓൺലൈനിൽ നടത്തിയ ഇന്റർവ്യൂവിൽ പറയുന്നത് അത് വലിയ ചർച്ചയായി. അത് പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ കത്തിൽ കറക്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്, അതിന് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അസോസിയേഷൻ, ഇല്ലെങ്കിൽ അതിനൊരു മറുപടി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കത്തില് ആ ഒരു പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്തായിരുന്നാണ് വീണ്ടും മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവരെ ഫേസ്ബുക്ക് പോസ്റ്റ് സംഭവിച്ചു. അത് പറഞ്ഞതിൽ അതായത് എന്താന്ന് വെച്ചാൽ, ഒരു ബിസിനസ് നടത്തേണ്ട ഒരാൾ എന്നുള്ള രീതിയിലും സുരേഷ് കുമാർ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലും പുള്ളിക്ക് അതൊരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു ബിസിനസ് നടത്താത്ത ഒരു സിനിമയാണ്. ഞാൻ എന്തിനാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്തിയ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളെ പറ്റി ആയിരുന്നു പറഞ്ഞത്. ഇറങ്ങാൻ പോകുന്ന സിനിമയെ പറ്റി എന്തോ അല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ടോക്കുകൾ എല്ലാവരും ഒക്കെ ആയിട്ട് നടത്താറുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു പക്ഷേ പുള്ളിക്ക് അത് പറയേണ്ട കാര്യം ഇല്ലായിരുന്നു ആ ഇതില്. കാരണം അതൊരു ഇറങ്ങാത്ത സിനിമയാണ്, ബിസിനസ് നടത്താത്ത ഒരു സിനിമയാണ്. പിന്നെ ഇവരെല്ലാം നല്ല ഫ്രണ്ട്സ്. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഇത് സംഘടനയെ പറയാതെ ഇത് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് തെറ്റായ നടപടിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഒരു വിഷമം BP ഇവൻ അറിയിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇവര് തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സ് ആണ്. ലാലേട്ടനായിക്കോട്ടെ, സുരേഷ് ഏട്ടനായിക്കോട്ടെ, ആന്റണി ചേട്ടനായിക്കോട്ടെ, എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഒരു കാര്യം വന്നു, പക്ഷെ അതൊരു പബ്ലിക് ഫോറത്തിൽ കൂടെ വന്നു പോയി, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ കൂടി അത് പറഞ്ഞു, വേറൊരാൾ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് ഇട്ടു. എങ്ങനെ അല്ല തീർച്ചയായിട്ടും ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ എഴുതണല്ലോ. കാരണം അതിൻ്റെ അകത്ത് ഒരു മെമ്പർ കാട്ടി, ഇപ്പൊ ഞാൻ ചെയ്തിട്ട് അമ്മ അസോസിയേഷൻ അല്ല ഞാൻ ഇവരോട് രണ്ടുപേരോട് സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ്, ഞാൻ അസോസിയേഷന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്.
പറയുന്നത് മറ്റ് സംഘടനകളുടെ സമ്മർദ്ദം മൂലമാണെന്ന് പറയുന്നുണ്ട്. ലിസ്റ്റിൽ കൂടി പങ്കെടുത്ത യോഗത്തിന് ശേഷമല്ല അവർ സമര പ്രഖ്യാപനം നടത്തുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, നമ്മളൊരു സമരം എന്ന് പറയുന്നത് നാളെ മുതൽ എന്ന് പറയുവാണെങ്കിൽ ഓക്കെയാണ്, അതാണ് ഒരു സമരം. ഒരു ജൂൺ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമരം എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എത്രയോ ചർച്ചകൾ നടക്കും. പറഞ്ഞു മനസ്സിലായി. നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സമരം നടക്കുമല്ലോ. നമ്മൾ ചർച്ചകൾ അതിന്റെ ഇടയ്ക്ക് നടക്കൂലേ? എല്ലാ സംഘടനകളുമായിട്ട് മീറ്റ് ചെയ്യത്തില്ലേ? അമ്മയായിട്ടോ FK ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അനുബന്ധപ്പെട്ട സംഘടനകളുമായിട്ട് നമ്മൾ ചർച്ച തീർച്ചയായിട്ടും നടത്തി കഴിഞ്ഞിട്ട് സമരം വെക്കാൻ വേണ്ടിയിട്ടല്ലോ. ഇന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കൊരു 40 തിയേറ്ററുകളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ 750 തിയേറ്ററുകളോ ഉണ്ട്, സ്ക്രീനുകളോളം ഉണ്ട്. ഇതെല്ലാം അടച്ചിട്ടിട്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത്? നമ്മൾ അങ്ങനെ ഒരു സമരത്തിന് അഗനിസ്റ്റ് ആണ്. പറഞ്ഞു മനസ്സിലാവും. പക്ഷെ ഒരു സംഘടന എന്ന് പറയുമ്പം അത് പറഞ്ഞു പോകും. അല്ലെങ്കിൽ എന്നാ സമരം ആണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ട. ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് വന്ന് നിന്ന് വളർന്ന ഒരാളാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം വേണം. അപ്പൊ ആ അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയും. ഇപ്പൊ സർക്കാർ പറയാറില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയാറില്ല, ഞങ്ങൾ ഇങ്ങനെ സമരം വെക്കുന്നു, ഇന്ന രീതിയിൽ ഹർത്താൽ ഉണ്ടാവുന്നു. ആ പറയുന്നതിന് മുമ്പ് തന്നെ അത് പ്രശ്നം പരിഹരിക്കത്തില്ലേ? അപ്പൊ അല്ലല്ല, ഒരു മിനിറ്റ്, അങ്ങനെ ഒരു എക്സാക്ട് ആയിട്ട് ഒരു ഡേറ്റിൽ ഒരു സമരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോൾ സമരത്തിലേക്ക് പോവാം, അങ്ങനെയാണ്. അല്ല അല്ലല്ല, വാക്കുകൾ ഇപ്പൊ ആർക്കും വന്നിട്ട് ഈവൻ ചെറുതായിട്ട് തെറ്റിപ്പോവാലോ. പറഞ്ഞു മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ ജൂൺ 1-ാം തീയതി മുതൽ സമരം അല്ല, എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് ചേട്ടൻ അവിടെ വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരാൾ വരാത്ത ഒരാൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാവരോടും അത് വിളിച്ച് ചോദിച്ച്, അങ്ങനെയാണല്ലോ. അല്ല, ഒരാൾ ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ ഒരിക്കലും സമരത്തിന് അനുകൂലമായിട്ടുള്ള ഒരാളല്ല. ഞാൻ ആ സംഘടനയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സമരത്തിനെ വന്നിട്ട് നമ്മൾ 100% പിന്തുണയ്ക്കും. കാരണം എന്തിനും സമരം അല്ലല്ലോ പരിഹാരം. സമരത്തിന് മുന്നേ നമുക്ക് എന്ത് കാര്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാലോ. ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നേ ഉദ്ദേശിച്ചുള്ളൂ. എന്താണ് ഇപ്പോ ദിനു അങ്ങനെ എടുക്കുകയാണെങ്കിൽ എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനെ ഒരു ഭിന്നത ഇല്ല. ഞങ്ങളുടെ പിന്നീട് അദ്ദേഹം കുറിപ്പിട്ടത് ഭയങ്കര തെറ്റായ നടപടിയല്ലേ? അല്ല, ആനന്ദ് ചേട്ടന്റെ ഒരു വികാരം ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് പുള്ളിയുടെ ഒരു വികാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിനിമേനെ പറ്റി വേറൊരാൾക്ക് പറയാൻ വേണ്ടി അതിന്റെ ഒരു ബഡ്ജറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പം പറയാൻ വേണ്ടിയിട്ട് ആരാണ് ചുമതലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലാണ്. സുരേഷ് ഏട്ടൻ ഒരു ഫ്രണ്ട്, നമുക്കിപ്പോ ചിലരുടെ അടുത്ത് ചില ഫ്രീഡം ഉണ്ടാവുമല്ലോ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൽ ഇവരൊക്കെ നടത്തിയ ഒരു ടോക്കിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത്. അത്രേ ഉള്ളൂ. സമരം പ്രഖ്യാപിച്ച് വാർത്താ സമ്മേളനം നടത്തിയത് വൈസ് പ്രസിഡന്റാണ്. ലിസ്റ്റ് പറയുന്ന സമരത്തിന് ഒപ്പമില്ല. അല്ല, അങ്ങനെയല്ല, സമരത്തിന് ഒപ്പമില്ല. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ട് എനിക്ക് പണി കിട്ടുന്ന പോലെ ആക്കരുത്. അതുകൊണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് ജൂൺ 1-ന് നമ്മൾ സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും നടന്നില്ല എങ്കിൽ ഞങ്ങൾ ആ ഘട്ടത്തിലേക്ക് അങ്ങനെ തീരുമാനിക്കേണ്ടതായിട്ട് വരും എന്നാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. അല്ലല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോ വിധത്തിൽ സംസാര ശൈലി, ഇപ്പൊ ഞാൻ ചോദിച്ചല്ലേ, തിരുവനന്തപുരം ഭാഷയാണോ എറണാകുളം ഭാഷയാണോ കോഴിക്കോടുള്ളത്? പിന്നെ ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ഒരു സമരത്തെ അനുകൂലിക്കുന്ന ഒരാളല്ല ഒരിക്കലും. എന്ന് വെച്ച് അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഇഷ്യൂവിനെ വന്നിട്ട് അതൊരു മൂർച്ഛിതാവസ്ഥയിൽ എത്തിക്കേണ്ട ഒരാളല്ല. ഇന്നോ നാളെയോ അല്ലല്ലോ സമരം വെച്ചേക്കുന്നത്. ഇതൊന്നും വന്നില്ലെങ്കിൽ
ജൂൺ മാസത്തിലാണ് ഇനിയും കിടക്കുന്നു. ഇത് ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ജൂൺ വരുന്നത്. സമരത്തിൽ ഞാൻ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് ഈ തീരുമാനം സംഘടന എടുക്കുന്ന പറഞ്ഞു. ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണല്ലോ, അവിടെ പറഞ്ഞോ. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് ഈ ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്ന ഒരു സമയത്ത് ഞാനില്ല. ഇപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ പോയിന്റ് നമ്മൾ ഇതൊന്നും നടന്നില്ല എങ്കിൽ ഉള്ളിൽ ചർച്ച നടന്നില്ല. സമരം വേണമെന്ന് ഉള്ളിൽ ചർച്ച അല്ലല്ല, യോഗത്തിനുള്ളിൽ സമരം വേണമെന്ന് തീരുമാനമുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. നമുക്ക് അനുകൂലമായിട്ട് ഒരു പരിപാടികൾ നടക്കുന്നില്ല എങ്കിൽ നമുക്കൊരു സമരത്തിലേക്ക് പോകാമെന്ന് എല്ലാ സംഘടനകൾ കൂടി ചർച്ച ഉണ്ടായി. നമുക്ക് പോകാന്നുള്ളത്. ആ പോകുന്നതിന് മുമ്പ് ഡിസ്കഷൻസ് ഉണ്ടല്ലോ. അതെന്താണ്? ജൂൺ മുതൽ എങ്ങനെ ജൂൺ മാസം നമ്മൾ പറഞ്ഞുള്ളൂ. ജൂൺ 1 എന്ന് പറഞ്ഞിട്ടില്ല, ജൂൺ മാസം എന്ന് പറഞ്ഞു. അല്ലെ, ഒരു സെക്കൻഡ്, അത് സംഘടനയ്ക്കുള്ളിൽ അങ്ങനെയാണല്ലോ. ഞാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഇപ്പോ നമ്മുടെ ഷെയ്ൻ നിഗം അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ഒരാൾ പല പടങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സംഘടനയാണ് ആ പ്രശ്നം ഉണ്ടായ പടങ്ങളിലെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത്. സംഘടന നമുക്ക് ആവശ്യമാണ്. ഇപ്പോ കാർണിവൽ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്. എല്ലാവർക്കും 8, 10, 20 അല്ല, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സംഘടന എന്തിനാണ്? സംഘടനയ്ക്ക് ഒപ്പമാണോ സംഘടനയ്ക്ക് എതിരെ? കൺഫ്യൂസ് അല്ല, സംഘടനയ്ക്ക് ലിസ്റ്റിൻ സംഘടനയ്ക്ക് ഒപ്പമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിലാണ് എന്തുകൊണ്ടിട്ട് സംഘടന 100% സംഘടനയ്ക്ക് ഒപ്പം തന്നെയാണ്. ഞാനല്ല, ഒരു മിനിറ്റ്, ഒരു ചർച്ച നടത്തുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരേ തീരുമാനമാണോ? മജോറിറ്റി തീരുമാനമല്ലേ പാസ്സാക്കുന്നത്. ഇപ്പൊ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ ജയിക്കുന്നത്, അല്ലെ? അങ്ങനെയല്ലേ ജയിക്കുന്നത്. എനിക്ക് അങ്ങനെയാ മനസ്സിലായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്, കാർണിവൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് 10 കോടി രൂപയോളം ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. തിയേറ്റർ സംഘടന ഉള്ളത് കൊണ്ടിട്ടാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അത് പിരിച്ചു കിട്ടിയത്. അപ്പൊ സംഘടനയ്ക്ക് ഞാൻ ഉൾപ്പെടെ ഉള്ളവര് എല്ലാവരും അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ സംഘടനയിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് ഒരു സമരത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘടനയിലെ മജോറിറ്റി ആളുകൾ പറയുകയാണ് നമുക്ക് ഒരു സമരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊപ്പം തന്നെയാണ്. എന്റെ അഭിപ്രായത്തിന് പക്ഷേ സംഘടനയ്ക്കുള്ളിലുള്ള അംഗങ്ങളിൽ ഏകാഭിപ്രായം വരുന്ന കാര്യങ്ങളാണല്ലോ ഒരു വൈസ് പ്രസിഡന്റ് ആണെങ്കിലും പറയേണ്ടതുള്ളൂ. അതല്ലാതൊരു കാരണം ഇപ്പൊ ലിസ്റ്റിൽ തന്നെ മാറ്റി പറയേണ്ട ഒരു കാര്യം ഞാൻ മാറ്റിയല്ല പറഞ്ഞു. ഒരു സെക്കൻഡ്, ഞാൻ എന്താ മാറ്റി പറഞ്ഞത്? അല്ല, ഒരു സെക്കൻഡ്, നിങ്ങൾ എന്റെ അഭിപ്രായമാണ് ചോദിച്ചത് അല്ലെ? സംഘടനയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്റെ ഒരു അഭിപ്രായം സമരത്തോട് ലിസ്റ്റിന് അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സംഘടനയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 100% സംഘടനയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ സംഘടനയിൽ നിന്ന് പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളാണ്. എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേനും സംഘടനയാണ് എന്റെ ഒപ്പം ഉള്ളത്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് പോയി എനിക്ക് പല പ്രശ്നങ്ങളും തീർക്കാനായിട്ട് സാധിക്കത്തില്ല. അത് മനസ്സിലാക്കണം. എന്താണ് സജീവമായ നിർമ്മാണ മേഖലയിലും സിനിമ റിലീസാകാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ലിസ്റ്റിനും ആന്റണി പെരുമ്പാവൂരൊക്കെ. ഇവരൊന്നും സമരത്തിന് അനുകൂലിക്കുന്നത്. അപ്പൊ ഈ സിനിമ ചെയ്യാത്ത ആളുകളാണോ സമരത്തിന് അനുകൂലിക്കുന്നത്? അല്ല, ഒരു സെക്കൻഡ്. ഇപ്പൊ സിനിമ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. സിനിമ ഇപ്പോ സുരേഷ് കുമാർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. ലാസ്റ്റ് സുരേഷ് ഏട്ടൻ നിർമ്മിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് വാശി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം 2022 നിർമ്മിച്ച ആളാണ്. ടൊവിനോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹീറോയാണ് അതിൻ്റെ അകത്തെ നായകൻ. കീർത്തി സുരേഷാണ് നായിക. സിയാദ് കോക്ർ, മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം നിർമ്മിച്ച സിനിമയാണ്. ദേവദൂതൻ റിലീസ് ചെയ്തു. കുറി എന്ന് പറയുന്ന ഒരു പടം നിർമ്മാണം ചെയ്തു. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് പഴയ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോഴും പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലേ? ഒരു പടം ചെയ്യാത്ത പ്രൊഡ്യൂസേഴ്സ് ആണോ? അല്ലല്ലോ. നിലവിൽ പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് സിയാദ് കോക്ർ, സുരേഷ് കുമാർ എല്ലാം. ഞങ്ങളുടെ സജീവ മെമ്പറാണ്, ഞങ്ങളുടെ സീനിയർ മെമ്പറാണ്. നമ്മൾ ബഹുമാനിക്കുന്ന മെമ്പേഴ്സാണ് അവര്. നമ്മൾ അവർക്കൊപ്പം തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ ഞാൻ എന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഞാൻ എത്രയാണോ ഈ അസോസിയേഷന് വേണ്ടപ്പെട്ടത് അതിൽ കൂടുതൽ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചാണ്. 100% അസോസിയേഷനൊപ്പം തന്നെയാണ്. അല്ല ദിനു, ഞാൻ പറയുന്നത്
അതായത് പുള്ളിയുടെ അഭിപ്രായം ഈവൻ പറഞ്ഞു, ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട്